കേന്ദ്ര സർക്കാർ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം നൽകുന്ന ഏറ്റവും വലിയൊരു ക്ഷേമ പദ്ധതിയാണ് കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന പദ്ധതി. ഈ പദ്ധതി വഴി ഒരു റേഷൻ കാർഡിൽ ഉൾപ്പെട്ടവർക്ക് 6000 രൂപയായിരുന്നു നിലവിൽ ലഭിച്ചിരുന്നത്. ഇനി റേഷൻ കാർഡിൽ ലഭിക്കുക 8000 രൂപ വരെയുള്ള സഹായമായിരിക്കും. പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യൂണിയൻ ബഡ്ജറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായി. നമുക്കെല്ലാവർക്കും സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ അവരുടെ കൈവശം ആനുകൂല്യം എത്തിച്ചേരുന്ന അല്ലെങ്കിൽ അവരുടെ കൈകളിലേക്ക് നേരിട്ട് ധനസഹായം ലഭ്യമാക്കുന്ന പദ്ധതികളാണ് സാധാരണക്കാർക്ക് താല്പര്യം. ഇത്തരം ക്ഷേമ പദ്ധതിയിലൊന്നാണ് PM കിസാൻ സമ്മാൻ നിധി. രാജസ്ഥാനിൽ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അവർക്ക് ലഭിക്കുക 8000 രൂപയാണ്. ഈ പദ്ധതിയാണ് നമ്മുടെ സംസ്ഥാനത്തേക്കും രാജ്യമെമ്പാടും വ്യാപിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് വർഷത്തിൽ ഏകദേശം 4 തവണ നമുക്ക് ഇൻസ്റ്റാൾമെൻറ്റുകൾ ലഭിക്കും. അതായത് 2000 രൂപ വീതം എത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ തുക ലഭിച്ച ഒരു വർഷം പരമാവധി 8000 രൂപ മുതൽ 10000 രൂപ വരെ ഒരു കുടുംബത്തിന് നൽകുന്ന രീതിയിലേക്ക് കിസാൻ സമ്മാൻ നിധിയുടെ പദ്ധതിയിൽ വേണ്ട ഭേദഗതികൾ വരുത്താൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. സമ്പൂർണ്ണ യൂണിയൻ ബഡ്ജറ്റ് വരാൻ പോകുന്നതേയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൽ നിർണായകമായിട്ടുള്ള ഒരു പ്രഖ്യാപനമായിട്ട് ഇത് മാറാൻ സാധ്യതയെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വന്നുചേർന്നിട്ടുള്ളത്. ഇപ്പോൾ 17 ഗഡുക്കളിലൂടെ നമുക്ക് 34,000 രൂപ തിരിച്ചടയ്ക്കേണ്ടാത്ത സൗജന്യ സഹായമായിട്ട് തന്നെ കേന്ദ്ര സർക്കാർ നൽകിക്കഴിഞ്ഞു. അത് റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെയാണ്. ചെറുകിട നാമമാത്ര കർഷകർക്കെല്ലാം ഈ ആനുകൂല്യം ലഭിക്കുന്ന തരത്തിലാണ് പദ്ധതിയുടെ ഈ തുക വിതരണം നടക്കുന്നത്. ആധാർ വഴിയുള്ള വിതരണമായതുകൊണ്ട് തന്നെ ഇതിൽ അനർഹരായിട്ട് ആരും ഇടം പിടിക്കുന്നില്ല. ഒരാളുടെ ആനുകൂല്യം മറ്റൊരാൾ തട്ടിയെടുക്കുകയും ചെയ്യുന്നില്ല. കൃത്യമായിട്ട് ആധാർ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് ഏതാണോ അതിലേക്കായിരിക്കും ധനസഹായം എത്തിച്ചേരുന്നത്. ഈ തുകയൊന്നും തന്നെ നമ്മൾ തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ലാത്ത സഹായമാണ്. അതുകൊണ്ട് തന്നെയാണ് പദ്ധതിയിലേക്ക് ഇപ്പോഴും അപേക്ഷകൾ ചെറുകിട നാമമാത്ര കർഷകർക്ക് സ്വീകരിച്ചു വരുന്നത്. എന്നാൽ അത് 2018-19 വർഷത്തിൽ ഭൂമിയുള്ള കർഷകരായിരുന്നിരിക്കണം. അവർക്ക് അതിനുവേണ്ടിയുള്ള കരമടച്ച രസീതിൻ്റെ പകർപ്പ് അപ്ലോഡ് ചെയ്യേണ്ടത് ആവശ്യമാണ്. പിന്നീട് തന്നത വർഷത്തെ ഈ വർഷത്തെ കരമടച്ച രസീതും അപ്ലോഡ് ചെയ്യണം. അതായത് ഇപ്പോഴും നമ്മളുടെ കൈവശം കൃഷിഭൂമിയുണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി. അപ്പോൾ അങ്ങനെ രേഖകളുള്ള കർഷകർക്ക് ഇപ്പോഴും അപേക്ഷ വെക്കുന്നതിൽ തടസ്സങ്ങളൊന്നും തന്നെയില്ല. വർഷത്തിൽ ഇനി ഈ തുക വർദ്ധിപ്പിക്കുന്നതോടുകൂടി തന്നെ സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമായിട്ട് ഈ ക്ഷേമ പദ്ധതി മാറുകയും ചെയ്യും. റേഷൻ കാർഡിൻ്റെ നിറവ്യത്യാസമില്ലാതെ ചെറുകിട നാമമാത്ര കർഷകർ എന്നൊരു പരിഗണനയിലാണ് നമുക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കുക. ഒരു കുടുംബത്തിൽ ഒന്നിലധികം പേർക്ക് ഭൂമി ഉണ്ടെങ്കിൽ പോലും നമ്മളുടെ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിക്കായിരിക്കും ഇതിലെ ആനുകൂല്യത്തിന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ആനുകൂല്യത്തിൽ ഏതെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നിട്ടുള്ള ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുക. കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് പരിശോധിക്കാം. എല്ലാ കാര്യങ്ങളും ശരിയായിരുന്നിട്ടും ആനുകൂല്യം ലഭിക്കുന്നില്ല എങ്കിൽ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് കൂടി പരിശോധിക്കുക. അതായത് ആധാർ വഴി വിതരണം ചെയ്യുമ്പോൾ ഏത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ധനസഹായം എത്തിച്ചേരുന്നത് എന്ന് ഇതിലൂടെ അറിയാൻ സാധിക്കും. അങ്ങനെ അക്കൗണ്ട് ലഭിക്കുന്നില്ല എങ്കിൽ, അങ്ങനെ അക്കൗണ്ട് കാണിക്കുന്നില്ല എങ്കിൽ ഒരു പക്ഷേ നമ്മൾ ആധാറുമായിട്ട് അക്കൗണ്ട് സീഡ് ചെയ്യുന്നതിൽ പ്രശ്നങ്ങളാവാൻ കാരണം. ഇനി അതുമല്ല എങ്കിൽ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഈ അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക.